ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. മാർച്ച് മാസത്തിൽ കാർത്തിക, രോഹിണി, മകീരം, അതുപോലെ തന്നെ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് മാർച്ച് മാസഫലത്തിൽ ഗ്രഹസ്ഥിതി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നോക്കുന്ന സമയത്ത് പ്രതികൂല ഭാവത്തിലും അനുകൂല ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഈ മാർച്ച് മാസത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന് പറയണം. അതേ സമയത്ത് കാർത്തിക, രോഹിണി, മകീരം എന്ന വൃശ്ചിക കൂറിൽപ്പെട്ടിരിക്കുന്നവർക്ക് അതായത് ജന്മ വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകശനി പോണ പോകുന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് സൂക്ഷ്മത കൈവരിക്കാനുള്ള സാധ്യത കാര്യമുണ്ട്. പെട്ടെന്ന് സൂക്ഷ്മത കൈവരിക്കാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള തീർക്കേണ്ട വർക്കുകളെല്ലാം പെട്ടെന്ന് മടികൂടാതെ അല്ലെങ്കിൽ അലസത കൂടാതെ ജോലി ചെയ്ത് തീർക്കണം എന്നുള്ളത് പറയുന്നത്. പിന്നെ നോക്കേണ്ടത് അവനവൻ്റെ തൊഴിൽ സംരക്ഷണം ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ സംരക്ഷിച്ച് നോക്കണം എന്നുള്ളത് പറയുന്നത്. ഈ മാസം മാർച്ച് 30 വരയ്ക്കും അതുണ്ട് എന്നാണ് പറയുന്നത്. 30 കഴിയുന്നതോടുകൂടി കണ്ടകശനിയുടെ ഉപദ്രവം മാറും. പോക്കിലായ കാരണം എന്തെങ്കിലും ദുഷ്പ്രവർത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ കർമ്മസ്ഥാനം 10ാം ഭാവത്തിലുള്ള ശനിയായ കാരണം കൊണ്ടാണ് പറയുന്നത്. അതേ സമയത്ത് കർക്കിടക കൂറുകാർക്കാണെങ്കിൽ പുണർദം, പൂയം, ആയില്യം എന്ന കൂറുകാർക്കാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അഷ്ടമ ശനിയുടെ സമയമാണ്. ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും സാധ്യത വരുവാനുള്ള സാധ്യതയുണ്ട്. അത് അഷ്ടമ ശനി പോക്കിൽ ആൾ ചിലപ്പോൾ വീഴ്ത്തുകയോ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ കൈകാലുകൾക്ക് മരവിപ്പ് വരുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നെഞ്ച് വേദന മറ്റുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധ വേണം. മൊത്തത്തിൽ പറയാൻ ദേഹ സംരക്ഷണം വേണം എന്നാണ് പറയുന്നത്. ഇടവക്കൂർക്ക് ആൾക്കാർക്ക് സ്വന്തം അഭിപ്രായത്തിൽ കുടുംബസമാധാനം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വലിയൊരു കുഴപ്പമില്ലാത്തൊരു സമയം മാറ്ററിന് ജന്മവ്യാഴം, അതായത് ജന്മത്തിൽ വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ജന്മവ്യാഴ ദോഷം ഉണ്ടാവും എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും വ്യാഴപ്രീതി അദ്ദേഹത്തിലുള്ള കാരണം കൊണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു സമയമായിട്ട് തന്നെ കാണുന്നത്. എന്നിരുന്നാലും വളരെ സൂക്ഷിക്കേണ്ട സമയം എന്ന് തന്നെ പറയണം. കാരണം കണ്ടകശനിയുടെ ഉപദ്രവം ഉണ്ട് എന്നൊരു കാരണം കൊണ്ട്. അതുപോലെ തന്നെ നിവൃത്തിസ്ഥാനം ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുവാൻ ഈ മാസങ്ങൾ താമസിക്കേണ്ടി വരും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അലസതയൊന്നും തടസ്സങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും കുഴപ്പമില്ലാത്തൊരു സമയമാണ്. കാരണം ചാരവശാൽ സൂര്യൻ 10ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയകാരണം കൊണ്ട് അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വലിയ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് ഗവൺമെൻറ് സംബന്ധമായിട്ട് രേഖകളും തൊഴിൽ സംബന്ധമായിട്ടുള്ള ഇതും ഇവർക്ക് വലിയ കാര്യമായിട്ട് ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകളും മറ്റുള്ള രേഖകളും ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ശ്രമിക്കുന്നുണ്ട്. യാതൊരു ദോഷമൊന്നുമില്ല. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾക്കൊന്നും ശ്രമിക്കരുത്. അതായത് ശ്രമിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ അതിനുവേണ്ടി ധനം കൊടുക്കുകയോ വാങ്ങിക്കുകയോ പേപ്പർ വർക്കുകൾ നടക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ഇപ്പോൾ ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല എന്ന് തന്നെ പറയാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർക്കിടക കൂറുകാർക്കാണെങ്കിൽ കർക്കിടക കൂറുകാർക്ക് 7ാം ഭാവം, അതായത് വിവാഹ സ്ഥാനാധിപനായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത. എൻഗേജ്മെൻറ്റ് മറ്റുള്ളത് കഴിഞ്ഞിരിക്കുന്ന അവർക്കെല്ലാം ഫോൺ സംഭാഷണങ്ങളും അവരോടുള്ള പ്രവർത്തനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടായാലും പ്രവർത്തനങ്ങളും വാക്കുകൾ കൊണ്ടുള്ള സംസാര രീതികളും ശ്രദ്ധിച്ചു വേണം. എന്നിരുന്നാലും വ്യാഴം ഇവർക്ക് 11-ലുള്ള കാരണം അനുകൂലാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും. ലാഭസ്ഥാനം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥാനം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട് എന്ന് തന്നെ പറയാം. അതിന് യാതൊരുവിധ മുടക്കവുമില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പുരോഗമന പതിയാണുള്ളത്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തടയുവാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കെല്ലാം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചാരവശാൽ 8ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനാണ്. അത് കാരണം ചാരവശാൽ 8ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലികളിലുള്ള ഒരു ശ്രദ്ധ കൈകാര്യം ചെയ്യണം. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പോയിട്ടൊരു കാര്യമില്ല. ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ, പട്ടയം അങ്ങനെയുള്ള എന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ, അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള പ്രവർത്തനപ്പെട്ടിട്ടുള്ളത്, ഭൂമി സംബന്ധത്തിൽ മണ്ണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട്
നിവൃത്തി കൂടാതെ ഇനിയിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രശ്നം വെച്ചടുത്തുള്ളൊരു ജ്യോത്സ്യനെ കണ്ടെടുത്ത് പ്രശ്നം വെച്ച് നോക്കി, അല്ലെങ്കിൽ ജാതകത്തിലുള്ള സമയം എങ്ങനെയുണ്ടെന്ന് വിശദീകരിച്ച് നോക്കി. ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതി. ഭഗവതിയാണ് ഇതിൻ്റെ കാരണം. 12ാം ഭാവത്തിൽ, കർക്കിടക രാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭൂമികാരകനായിട്ട് ചൊവ്വയാണ്. അതിൻ്റെ ദോഷമാണ്. ഭഗവത് സേവ നടത്തിയാൽ വളരെ പ്രീതികരമായിരിക്കും എന്നാണ് പറയാം. അതുപോലെ തന്നെ ഇടവൻ രാശിക്കാർക്കും ഭഗവത് സേവ കൊണ്ട് വളരെ ഗുണമുണ്ടാകും. കുടുംബത്തിൽ ഐക്യത, അഭിവൃദ്ധി, ജന്മസംബന്ധമായിട്ടുള്ള വ്യാഴദോഷത്തിനെല്ലാം അത് പരിഹാരമുണ്ട്. കാരണം ജന്മവ്യാഴനാണ്. ജന്മവ്യാഴനായ കാരണം കൊണ്ട് ധനം, കുടുംബം, വാക്ക് സംബന്ധമായിട്ടുള്ളതും അതുപോലെ ഫൈനാൻസ് സംബന്ധമായിട്ടും അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ സൂക്ഷ്മത കൈവരിക്കുവാനുള്ള കാരണം ധനസ്ഥാനമായ ഇടവൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് കുജൻ, അതായത് ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മകരഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം സൂക്ഷ്മത കൈവരിക്കണം. കുടുംബത്തിൽ കലഹമില്ലാതെ നോക്കണം. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഐക്യത കൈവരിക്കാനുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും സേനാധിപത്യം വഹിക്കുന്നവർക്കും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ സന്താനം കൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടും ഈ ഭഗവത് സേവ കൊണ്ട് വളരെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. ജന്മവ്യാഴനാണ്. വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. വ്യാഴപ്രീതി എന്ന് വെച്ചാൽ ഇടവൻ രാശിക്കാർക്ക് മഹാവിഷ്ണു പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വഴിപാടാണ്, പറയേണ്ടത് കൊണ്ട് ആവശ്യമില്ല. മഹാവിഷ്ണുവിൻ്റെ പ്രീതി വരുത്തുക ഒരു ദിവസത്തെ പൂജയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. പിന്നെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ 5ാം ഭാവത്തിലേക്ക് ഏതുപോലെ സഞ്ചരിക്കണം. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ വളരെ ആലോചിച്ചുമാണ് കൈകാര്യം ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവർക്കെല്ലാം സൂക്ഷ്മത വളരെ കൈവരിച്ച് വേണം കൈകാര്യം ചെയ്യണമെങ്കിൽ. അതേ സമയത്ത് കർക്കിടക രാശിയിൽപ്പെട്ടിരിക്കുന്ന എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ളവർ, അതായത് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള, മെഷീനറി സംബന്ധമായിട്ടുള്ള, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള, മോട്ടോർ സംബന്ധമായിട്ടുള്ള, അങ്ങനെ എല്ലാവിധ മെക്കാനിക്കൽ, ഇരുമ്പ് ഖനന സംബന്ധമായിട്ടുള്ള മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീങ്ങാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം കാരഗ്രഹമായിട്ടുള്ള അഷ്ടമശനിയുടെ കാരഗ്രഹം അഷ്ടമശനിയാണ്. അഷ്ടമശനി പോണ പോക്കാണ്. അത് കാരണം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് ദോഷമുണ്ട് എന്നാണ് പറയും. അതേ സമയത്ത് ഭാഗ്യസ്ഥാനത്ത്, അതായത് കർക്കിടക രാശിയുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടുള്ള ശുക്രൻ സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് ഭവന നിർമ്മാണം, കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള സിവിൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ സിവിൽ സർവീസ് ചെയ്യുന്നവർക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന, വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ്. ബിസിനസ് വർധന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാര്യനീക്കങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ശിവന് അതായത് മഹാദേവന് ശിവന് ധാര, വിളക്ക്, മാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നൽകിയാൽ ഈ ചാരവസാലുള്ള അഷ്ടമത്തിലുള്ള സൂര്യൻ്റെ ദോഷത്തിന് മാറ്റങ്ങളുണ്ടായി. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ അനുഭവത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിന് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും ഉത്തമമായിട്ടുള്ള സമയമാണ്. ലാഭസ്ഥാനം നിൽക്കുന്ന വ്യാഴനാണ്. അത് കാരണം കൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾക്ക് പരമാവധി പറ്റാവുന്ന വരുമാന മാർഗങ്ങളെ നേടാവുന്ന ഒരു സമയം തന്നെയാണ്. ഇടവൻ രാശിക്കാർക്കാണ് സ്വർണ്ണ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ ചിരിക്കണം. കളവ് മറ്റുള്ളത് പോകാതെ നോക്കണം. സ്വർണ്ണാഭരണം നഷ്ടപ്പെടാതെ നോക്കണം. സ്വർണ്ണ പണയം വെച്ചിരിക്കുന്നതെല്ലാം ചിലപ്പോൾ വിറ്റ് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതിനെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതിന് വേണ്ട മറ്റുള്ള മുതൽക്കൂട്ടെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇടവൻ രാശിയിൽപ്പെട്ടിരിക്കുന്നത് ഭവന സംബന്ധമായിട്ടുള്ള മറ്റുള്ള ജപ്തി നടപടികളെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം സമാധാനപ്പെടുത്തി മാർഗ്ഗനിർദ്ദേശം സംബന്ധിച്ച് 1 മാസത്തെ കാലാവധി അല്ലെങ്കിൽ ഒരു 40 ദിവസത്തെ കാലാവധി ചോദിച്ച് സമാധാനപ്പെടുത്തിയുള്ള മധ്യസ്ഥത വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഒരു ഭേദമുണ്ടാകും. ബന്ധുക്കളുമായി കലഹിക്കാതെ നോക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടും അതുപോലെ ഭവന സംബന്ധമായിട്ടും ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഭൂമി പൂജ നടത്തുന്നത്, അതായത് ഭവനത്തിൻ്റെ 4 ഭാഗത്ത് നിന്നും മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ട് ഭൂമി പൂജ, രക്ഷസിന് പായസം, അതായത് ബ്രഹ്മരസത്തിന് പായസത്തിന് നൽകി രക്ഷസിൻ്റെ ഒരു പൂജ നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്ന മറ്റു ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇടവക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കുമുള്ള ഒരുമിച്ചുള്ളൊരു ഫലമാണ്. കാർത്തിക, രോഹിണി, മകീരം, പൂർണ്ണതം, പോയ, ഐല്യം എന്ന നക്ഷത്രക്കാർക്കാണ് നക്ഷത്രവശാൽ ചെയ്യുന്ന പരിഹാരം. മകീര നക്ഷത്രത്തിന് ഭഗവത് സേവ, രോഹിണി നക്ഷത്രത്തിന് തിങ്കളാഴ്ച സഹസ്രനാമ അർച്ചനയും വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയും, അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രക്കാർ ശിവനെങ്കിൽ ധാരാവിളക്ക് മാലിനാഥ് വർണ്ണമായിട്ടുള്ളതാണ്. അതേസമയത്ത് പുണർന്ന നക്ഷത്രക്കാർ ശ്രീരാമക്ഷേത്രത്തിൽ അവിൽ നൈവേദ്യം, ഭാഗ്യസൂക്ത, മീനുട്ട് കർമ്മം പറ്റാവുന്ന തൃപ്പേറിലൊക്കെയാണെങ്കിൽ മീനുട്ട് കർമ്മം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ അവിൽ നൈവേദ്യവും തുളസി മാലയും ചാർത്തുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. പൂയ നക്ഷത്രക്കാരൻ ശിവനെങ്കിൽ എള്ളു പായസം, ഇളനീർ, നെയ്വിളക്ക്, നീരാഞ്ജനം വഴിപാട് ഇവ നടത്തുന്നത് മൂലം അഷ്ടമശനിയുടെ ദോഷത്തിനും നക്ഷത്രവശാലുള്ള ദോഷത്തിനും പരിഹാരമായി കാണുന്ന. നമസ്കാരം.